ഇന്ന് പനീർ കൊണ്ട് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പനീർ ബട്ടർ മസാലയാണ് ഞാനിന്ന് തയ്യാറാക്കാനായിട്ട് പോണത്. വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പനീറും ബട്ടറും ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഹോം മെയ്ഡ് പനീർ വെച്ചിട്ടാണ് പനീർ ബട്ടർ മസാല തയ്യാറാക്കണത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പനീർ വെച്ചിട്ടും പനീർ ബട്ടർ മസാല തയ്യാറാക്കി എടുക്കാം. ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, ബിരിയാണി, പുലാവ് എന്നിവയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ 2 ഏലക്കായ, 3 ഗ്രാമ്പൂ, ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് 10 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണങ്ങളാക്കിയ ഇഞ്ചി, 2 വലിയ സവാള നീളത്തിൽ നുറുക്കിയത് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി നീളത്തിൽ മുറിച്ചതും കൂടി ചേർക്കാം. തക്കാളി ചെറുതായി ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്തു കഴിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഒപ്പം തന്നെ 10 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തതും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അടുത്തതായിട്ട് ഒരു പാനും കൂടിയും ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വീണ്ടും കുറച്ച് ബട്ടർ ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് കിട്ടിയാൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി ചില്ലിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 2 മെഷറിംഗ് കപ്പ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ചുപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി കുറച്ചെടുത്ത് കൈയിൻ്റെ വെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കസൂരി മേത്തി എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അപ്പോൾ ഇത് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് നൽകും. അതുകൊണ്ട് ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ പനീർ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വയർ ആക്കിയിട്ടുള്ള പനീറാണ് നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള പനീറല്ല, ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഹോം മെയ്ഡ് പനീറാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ കാരണം തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ്. അത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പനീർ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുത്താൽ തന്നെ നമ്മുടെ പനീർ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഒരു 7 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കി, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി മൂടി തുറന്നിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില നുറുക്കിയെടുത്തത് വിതറിക്കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇനി നമ്മൾ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ പനീർ ബട്ടർ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ആരും ഉണ്ടാക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വിഭവമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.